Okay, so happy welcome everyone to this session. വീഡിയോയിൽ വരാൻ പറ്റുന്നവര് വീഡിയോയിൽ വരും കേട്ടോ. ഓക്കെ, ഇപ്പോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സെഷൻ ആക്ച്വലി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടി ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇന്ററാക്ഷനും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസും എനിക്ക് ഈ സെഷന് ആവശ്യമുണ്ട്. അപ്പോ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതില് എല്ലാവരും പാരന്റ്സ് ആണെന്ന് വിചാരിക്കുന്നു ഞാന്. അപ്പോ ഇതില് എത്ര പാരന്റ്സിന് അവരുടെ കുട്ടികളില് നല്ല ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ജസ്റ്റ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. ഓഡിബിൾ ആണോ? ഓക്കെ, തമ്പ് കാണുന്നുണ്ട് ചിലവരുടെ. ഓക്കെ, ആ, മെസ്സേജ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാത്തവര് നല്ല ചേഞ്ചസ് വേണ്ട എന്ന് വിചാരിക്കുന്നവരാണോ, അതോ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യാത്തതാണോ? ചേഞ്ച് വേണം. ഓക്കെ, യെസ് വേണം. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം. കാരണം എല്ലാ പേരന്റ്സിനും അവരുടെ കുട്ടികൾക്ക് നല്ല ചേഞ്ച് വേണമെന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. ഓക്കെ, പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തത് ചോദിച്ചത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മുടെ കുട്ടികൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണോ വേണ്ടത്, ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണോ വേണ്ടത്? ഒരു നല്ല ചേഞ്ച് ആണെങ്കിൽ അത് പെർമനന്റ് ആയിട്ടുള്ള രീതിയിലാണോ വേണ്ടത്, ടെമ്പററി ആയിട്ടുള്ള രീതിയിലാണോ വേണ്ടത്? ഓക്കെ, പെർമനന്റ്, പെർമനന്റ്, പെർമനന്റ്. ഓക്കെ, എനിക്ക് കുറെ റെസ്പോൺസ് കാണാൻ പറ്റുന്നുണ്ട് പെർമനന്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് വേണം. അതുപോലെ തന്നെ ആ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് കാണുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാവുക, പെർമനന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാവുക. ഓക്കെ, യാ, ഓക്കെ, പെർമനന്റ് ആണ് കൂടുതൽ എല്ലാവർക്കും വേണ്ടത് അല്ലെ? അപ്പോൾ നമ്മള് കുട്ടികളില് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വേണ്ടതെങ്കിൽ നമ്മള് എന്ത് ചെയ്യണം? വിഷണറി ആയിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട് മാറണം. ഓക്കെ, കുട്ടികൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷണറി ആയിട്ടുള്ള പാരന്റ് ആയിട്ട് മാറണം. വിഷണറി ആയിട്ടുള്ള പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ കുട്ടി നാളെ എങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം എന്റെ കുട്ടി വളർന്ന് വലുതാവുമ്പം, അല്ലെങ്കിൽ എന്റെ കുട്ടി വലിയ ആളാവുന്ന സമയത്ത് എങ്ങനെയുള്ള ആളാവണം എന്ന കാര്യത്തിലാണ് നമുക്ക് ക്ലാരിറ്റി വേണ്ടത്. ഒരിക്കലും എന്റെ കുട്ടി 10ാം ക്ലാസ്സിൽ എത്ര A+ വാങ്ങിക്കണം, അല്ലെങ്കിൽ അടുത്ത +2 എന്ത് കോഴ്സ് ചെയ്യണം, അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ അതിനപ്പുറം എന്റെ കുട്ടി വളർന്നു വലുതായി ഒരു അഡൾട്ട് ആയിട്ട് മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ആളൊരു പ്രൊഫഷനിൽ കയറി ജീവിച്ചു തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആളിവിടെ മനുഷ്യനായിട്ട് ജീവിക്കുന്ന കാലം എങ്ങനെ ആളാവണം എന്ന് നമ്മൾക്ക് ഇപ്പം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വി ആർ വിഷണറി പാരന്റ്. ഓക്കെ, അപ്പോ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാല് പല കുട്ടികൾക്കും പല പാരന്റ്സിനും അവരുടെ കുട്ടികൾ മാർക്ക് വാങ്ങിക്കണം, നല്ല പെർഫോം ചെയ്യണം, അതൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ട് പിന്നെ എങ്ങനത്തെ ആളാവണം എന്നുള്ള കാര്യത്തിൽ പലർക്കും എന്തുണ്ടാവില്ല, ക്ലാരിറ്റി ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അവർ ചിന്തിച്ചു തുടങ്ങാറില്ല. ഓക്കെ, ഇത് ഞാൻ പറയാനായിട്ടുള്ള ഒരു റീസെന്റ് ആയിട്ട് എന്റെ ഫാമിലിയിൽ നടന്നൊരു സംഭവമാണ്. എന്റെ ഫാമിലിയിൽ എന്റെ കസിൻ പറഞ്ഞ സ്റ്റോറിയാണ്. അവന്റെ പാരന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞ സ്റ്റോറിയാണ്. അവൻ പറഞ്ഞ എന്താ വെച്ചാല്, എന്റെ ഉപ്പാനോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റിനെ പറ്റിയിട്ടാണ് അവൻ പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ഇവരുടെ ഇവന്റെ ഉപ്പ, ഉമ്മ, അച്ഛനമ്മ രണ്ടുപേരും ടീച്ചേഴ്സ് ആണ്. ഒരാൾ ഹെഡ് മാഷാണ്, ഒരാള് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോ ഇവൻക്ക് ഇവർ രണ്ടുപേരും ടീച്ചർ ആയതുകൊണ്ട് നമുക്ക് ഊഹിക്കാലോ, നല്ല പ്രഷർ ഉണ്ടാവും ഇവരുടെ അക്കാഡമിക്സിന്റെ കാര്യത്തില്. ഓക്കെ, അവര് പ്രഷർ കൊടുക്കുന്നത് മാത്രമല്ല, പുറത്തുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും പുറത്തുള്ള സ്കൂൾ സ്റ്റാഫ്സുകളാണെങ്കിലും മറ്റുള്ള കുട്ടികളാണെങ്കിലും ഹെഡ് മാഷിന്റെ മോൻക്ക് എത്ര മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ടീച്ചറിന്റെ മോൻക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും റിലേറ്റീവ്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനക്ക് അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഇവൻ 10th സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള സമയത്ത്. പക്ഷെ ഇവന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ അവന്റെ ബിഹേവിയറും ഒക്കെ അടിപൊളിയാണ്. പക്ഷെ പഠിക്കുന്ന കാര്യത്തിലുള്ള ഇന്റലിജൻസ് കുറച്ച് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ നേരം ഇരുന്നാലേ കുറച്ച് പഠിക്കാനായിട്ട് എന്ത് ചെയ്യുള്ളൂ ഇവനക്ക് പറ്റുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് വന്ന സമയത്ത് ഇവനക്ക് അത്ര അധികം എ പ്ലസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ മക്കൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാർക്കുകളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനക്ക് അവന്റെ അച്ഛനെയും അമ്മനെയും ഫേസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്, മാർക്ക് അത്ര ഇല്ലാത്തത് കൊണ്ട്. എന്റെ കാരണം എന്റെ അച്ഛനും അമ്മയും നാണം കെട്ടോ, അല്ലെങ്കിൽ അവര് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ഇവന്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ഇവനക്ക് റിസൾട്ട് വന്ന ദിവസവും അച്ഛനെയും അമ്മനെയും ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം എന്തായാലും അവൻ എന്ത് ചെയ്തു, അച്ഛനെയും അമ്മയും ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അച്ഛനോട് പോയി ചോദിക്കുകയാണ് അവന്, അച്ഛാ എന്റെ കാരണം നിങ്ങൾ നാണം കെട്ടോ, അല്ലെങ്കിൽ എന്റെ കാരണം മറ്റുള്ളവരുടെ മുന്നിൽ വഷളായോ, അല്ലെങ്കിൽ ആഹ് എന്നിൽ തന്ന എക്സ്പെക്ടേഷൻ എനിക്ക് നിറവേറ്റാൻ പറ്റിയില്ല, അപ്പൊ ഞാനൊരു ബാഡ് ആയിട്ടുള്ള ഒരു മോനാണോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവൻ ചോദിക്കുന്നുണ്ട് അച്ഛനോട്. അപ്പൊ ആ സമയത്ത് അവന്റെ അച്ഛൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മോന് 10ാം ക്ലാസ്സിൽ 10 A+ വാങ്ങിക്കണം എന്നുള്ളതിനേക്കാളും എന്റെ മോൻ നല്ലൊരു മനുഷ്യനായിട്ട് കാണണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ 10ാം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ടല്ല ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നത് നിന്നെ അളക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിന്റെ മാർക്ക് എനിക്കറിയാം, നീ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും നിന്റെ ഈ മാർക്ക് കുറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഒരിക്കലും നിന്നെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിന്റെ മേത്തേക്ക് ഞാൻ നിന്നെ ചീത്ത പറയോ അങ്ങനെ ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല. കാരണം എന്റെ മോൻ 10ാം ക്ലാസ്സിൽ 10 A+ വാങ്ങിച്ചു എന്ന് പറയുന്നേക്കാളും എന്റെ മോൻ നല്ലൊരു മനുഷ്യനായിട്ട് വളർന്നു എന്ന് മറ്റുള്ളവരോട് പറയാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ അങ്ങനെ എന്റെ മകനെ കാണാനാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത്. ആ ഒരു വാക്ക് കേട്ട സമയത്താണ് ഈ മകന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് കണ്ണ് നിറഞ്ഞു എന്നാണ് പറയുന്നത്. മാത്രമല്ല അവന്റെ ലൈഫില് ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവം അതാണ്. മാത്രല്ല അവൻക്ക് അവന്റെ അച്ഛനോട് വളരെയധികം ഇഷ്ടം തോന്നാനായിട്ട് കാരണമായിട്ട് മാറിയതും ആ ഒരു സംഭവമാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ആ അച്ഛന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു വിഷണറി പാരന്റിന്റെ റെസ്പോൺസ് ആണ്. ഓക്കെ, അതായത് കേവലം 10ാം ക്ലാസ്സിലെ A+ അല്ലെങ്കിൽ പ്രൊഫഷണലി കുറെ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറം ഇതൊക്കെ ആയിട്ട് പിന്നെ എന്താവുന്നത് എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത് മാറ്റർ ആവുന്നത്. ഓക്കെ, ഇതൊക്കെ മാർക്കൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കറിയാലേ, ഇപ്പൊ നമുക്ക് വലിയ കുറെ പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, എല്ലാവരും പഠിച്ച് വളർന്ന് വലുതായ ആൾക്കാരാണ്. പക്ഷെ ഈ പ്രൊഫഷനിൽ ഇരിക്കുന്ന പല ആൾക്കാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചില സമയത്ത് ഇപ്പം ഗവൺമെന്റ് ഓഫീസിലുണ്ടെങ്കിൽ അവര് കൈക്കൂലി വാങ്ങുന്നതും, അല്ലെങ്കിൽ മറ്റുള്ള പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ ചില ആൾക്കാർ ചിലപ്പോൾ അഴിമതി നടത്തുന്നതും ഒക്കെ ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൊഫഷണലി സക്സസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും നല്ല രീതിയിൽ എക്സൽ ചെയ്തിട്ടുള്ള ഇവര് ഇങ്ങനെ ആയിട്ട് പോകുന്നത്? അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നമ്മൾ കുട്ടികളെ പഠിക്കുന്ന അല്ലെങ്കിൽ അതിൽ മാത്രമാണോ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് മാത്രമാണോ ഒരു കുട്ടി ആയിത്തീരേണ്ടത്, അല്ലെങ്കിൽ അക്കാഡമിക്കലി പ്രൊഫഷണലി മാത്രമാണോ സക്സസ് ആവേണ്ടത്? അതിനപ്പുറത്തേക്ക് അവൻ ഏത് മേഖലയിൽ സക്സസ് ആയിക്കോട്ടെ, ഏത് മേഖലയിൽ അടിപൊളി ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ എടുത്തോട്ടെ, അവിടെ നിന്ന് അവൻ ഹാപ്പി ആണോ, ആ പ്രൊഫഷൻ അവൻ ചെയ്യുന്നതിൽ ഹാപ്പി ആണോ, ആ പ്രൊഫഷനില് കാരണം വേൾഡിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ടോ, വേൾഡിന് എന്തെങ്കിലും നല്ലത് കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മള് ഒരു കുട്ടീനെ നോക്കി കാണുമ്പോഴാണ് ആ നമുക്ക് വിഷണറി ആയിട്ടുള്ള പാരന്റ് ആവാൻ പറ്റുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് സക്സസ് ആയാൽ മാത്രം പോരാ. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുള്ള ഒരു സംഭവമാണ്, നിങ്ങൾ ഒരിക്കലും സക്സസ് ആവാൻ വേണ്ടി ജീവിക്കരുത്, നിങ്ങൾ സക്സസ്ഫുൾ ആവണം. സക്സസ് ഫുൾ ആവണം. ഓക്കെ, സക്സസ്ഫുൾ ആവുമ്പോഴാണ് സക്സസ് പോലും കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ എന്താണ് ഈ സക്സസും സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാല്, നമ്മൾ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആഗ്രഹിച്ച ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരുക,
അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് സക്സസ് എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആവാന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡ്രീമിൽ എത്തിക്കഴിഞ്ഞാലും, ഏത് പ്രൊഫഷനിലൊക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ പറ്റുക, പർപ്പസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുക. ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ സക്സസ് പോലും കംപ്ലീറ്റ് ആവുക, സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പാരന്റ്സ് എല്ലാവരും കുട്ടികളെ സക്സസ് ആക്കുക എന്നുള്ളതിനപ്പുറത്ത് അവരെ സക്സസ്ഫുൾ ആക്കാനായിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ രീതിയിൽ വിഷൻ കാണണം. ഓക്കെ, അവർ ഏത് മേഖലയിൽ വിജയിച്ചോട്ടെ, അതിൽ നിന്ന് അവിടെ അവരെന്താ ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അവര് അതിലെന്തായിരിക്കും, ഫുൾഫിൽഡ് ആയിരിക്കണം, കണ്ടന്റ് ആയിരിക്കണം, സംതൃപ്തിയുള്ള ആൾക്കാരായിട്ട് ആവണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള സക്സസ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പാരന്റ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എത്ര ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ കുട്ടികളെങ്കിൽ സ്വാഭാവികമായിട്ടും അവരവിടെ ഹാപ്പി ആയിരിക്കും. അവരവിടെ ഹാപ്പി ആണെങ്കിൽ പിന്നെ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അവർ ഓൾറെഡി അവിടെ ഹാപ്പി ആണെങ്കിൽ ഒരിക്കലും അവര് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകില്ല. ഇപ്പം ഗവൺമെന്റ് ഓഫീസിൽ ഇരിക്കുന്ന കുട്ടികൾ അവർ കൈക്കൂലി വാങ്ങിക്കാനായിട്ട് പോകില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഏരിയാസിൽ ഒരിക്കലും ഒരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ നെഗറ്റീവ്ലി വേൾഡിനെ ബാധിക്കുന്ന രീതിയിൽ അവരൊന്നും ചെയ്യില്ല. കാരണം അവർ ഓൾറെഡി ഹാപ്പിയാണ്, അവർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അവിടെ നിന്നിട്ട് അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സമൂഹത്തിന് നല്ല കാര്യമായിട്ടേ വരുള്ളൂ. ഓക്കെ, അത് മറ്റുള്ളവരെ സെർവ് ചെയ്യുന്ന രീതിയിൽ അവരുടെ പ്രൊഫഷൻ ആണെങ്കിൽ കൂടി ആ പ്രൊഫഷനിൽ വേൾഡിന് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് എന്ത് ചെയ്യുള്ളൂ, അവർ കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ മക്കളാവുമ്പോഴാണ് എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടികൾ സക്സസ്ഫുൾ ആയി നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പാരന്റ്സിന് അതിൽ എന്താ റോൾ ഉള്ളത്, കുട്ടികളെ സക്സസ്ഫുൾ ആക്കുന്നതിൽ പാരന്റ്സിന് എന്താ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ദ ഗൈഡ് ഓഫ് ദ ചിൽഡ്രൻ. നമ്മളാണ് നമ്മുടെ കുട്ടികളുടെ ഗൈഡ്. ഓക്കെ, അപ്പൊ ഗൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വഴി കാണിച്ചു കൊടുക്കുന്ന ആള്, അല്ലെങ്കിൽ വഴി തെറ്റ് ഇതാക്കി കൊടുക്കുന്ന, ക്ലിയർ ആക്കി കൊടുക്കുന്ന ആളാണ് നമ്മൾ. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തില് ഗൈഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഗൈഡ് ആയിട്ട് മാറണം. ഓക്കെ, ഗൈഡ് ആയിട്ട് മാറണം എന്ന് പറയുന്ന സമയത്ത് നമ്മള് ഗൈഡ് ആവാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കുട്ടിനെ ബാക്കിൽ നിന്നിട്ട് ഉന്തി 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 കൊണ്ടുപോകുന്ന ആളല്ല. എന്നാൽ ഒരു കുട്ടീനെ തീരെ നോക്കാത്ത ഒരാളല്ല. ഗൈഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബാലൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കുട്ടികളെ പരിപാലിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ കുട്ടികൾ ഏകദേശം നമ്മൾ 18-20 വയസ്സ് വരെ എന്ത് ചെയ്യണം, ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവർക്ക് ഈ ലോകത്തിനെ പറ്റി ഒന്നും അറിയണ്ടാവില്ല, ജനിച്ചത് മുതൽ ആ വയസ്സ് വരെയുള്ള സമയത്ത്. അപ്പൊ ഈ സമയത്ത് ലോകത്തിനെ പറ്റിയിട്ടും അവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ടും ഒന്നും അറിയാത്തത് കൊണ്ട് അത് പറഞ്ഞു കൊടുക്കാനും അവിടെ ഈ ലോകത്തിനെ പറ്റി നല്ലൊരു പിക്ചർ, പോസിറ്റീവ് ആയിട്ടൊരു പിക്ചർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ ഇവിടെ ഗൈഡ് ആവാന്ന് പറയുന്ന സമയത്ത് ആ ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, ഓക്കെ, ബാലൻസ് എന്ത് പറഞ്ഞു വെച്ചാല്, നമ്മള് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടതെന്നുള്ള ബാലൻസ് ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, ആ ബാലൻസ് നമുക്ക് ഉണ്ട് ഓൾറെഡി. പക്ഷെ ഈ ബാലൻസ് തെറ്റി പോവാറുണ്ട് പലപ്പോഴും. പലപ്പോഴും മിസ്ഗൈഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസോ കാര്യങ്ങളൊക്കെ നമ്മളിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് തെറ്റി പോവാറുള്ളത്. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ബാലൻസ് എന്താന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ബാലൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരു ചെടി വളർത്തുന്ന സമയത്ത് കുറെ വെള്ളം ആ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ചെടി ചീഞ്ഞു പോകും, നാശാവും. എന്നാൽ തീരെ വെള്ളം ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നാശാവും. എന്നാൽ ആ ചെടി നന്നായിട്ട് തളർച്ച് വളരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊരു ബാലൻസിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അല്ലെ. ഇതുപോലെ നമ്മള് കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ബാലൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അവരെ കൺട്രോൾ ചെയ്ത് മാത്രം നോക്കുകയാണെങ്കിൽ, അവരെ ഓവർ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ഭാവിയിൽ. എന്നാൽ അവരെ തീരെ തിരിഞ്ഞു നോക്കാതിരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യും, അത് ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ബാലൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആ ബാലൻസ് ഉണ്ട്. ഓക്കെ, നമ്മള് ചെറുപ്പത്തില് നമ്മുടെ കുട്ടികളൊക്കെ ഗൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ ചെറുപ്രായത്തിൽ അവരെ ഗൈഡ് ചെയ്തപ്പം നമ്മൾ ആ ബാലൻസിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്കറിയാം കുട്ടികൾ മിസ്റ്റേക്സുകൾ നടക്കാൻ നോക്കുമ്പോൾ മിസ്റ്റേക്സുകൾ പറ്റി കഴിഞ്ഞാൽ നമ്മൾ സാരമില്ല, എണീറ്റോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യാറുള്ളത്. അല്ലെ, കുട്ടികളെ എല്ലാത്തിലും നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. അല്ലെ, കുട്ടികളെ എല്ലാ കാര്യത്തിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി ഈ ഒരു ബാലൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ പിന്നീട് കുട്ടികൾ വളർന്നു വലുതാവുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചില മിസ്ഗൈഡൻസ് ഒക്കെ പുറത്തുനിന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബാലൻസ് നമ്മൾ തെറ്റിപ്പോവാണ് ചെയ്യാറുള്ളത്.
ഓക്കെ. അപ്പോ ഇങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ നമ്മളിൽ നിന്ന് ഡിസ്റ്റന്റ് ആവുക, അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ കൈ വിട്ട് പോവുക എന്നുള്ള സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യാറ് എത്താറുള്ളത്. ഓക്കെ. അപ്പോ ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാലൻസിൽ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത്. ആ ബാലൻസിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. വേൾഡിലുള്ള എല്ലാവരും യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ പാരന്റും അവരുടെ കുട്ടിയും തമ്മിലുള്ള റിലേഷനും എന്താണ് യുണീക്ക് ആണ്. ഓക്കെ. ഓരോ പാരന്റിനും എന്താ അറിയാം, ആ കുട്ടിനെ ശരിക്കും എങ്ങനെ ഗൈഡ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ അവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മിസ്ഗൈഡൻസുകൾ വരുമ്പോഴാണ്, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആൻസൈറ്റീസ് വരുമ്പോഴാണ്, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻസ് വരുമ്പോഴാണ് ആ ഒരു ബാലൻസ് പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാറുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബാലൻസ് വീണ്ടെടുക്കുക എന്നുള്ളതാവണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കുട്ടികളുമായിട്ടുള്ള നാച്ചുറൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം എങ്ങനെയാണ് കുട്ടികളുമായിട്ടുള്ള നാച്ചുറൽ കണക്ഷൻ ബിൽഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുട്ടികളുമായിട്ട് നമ്മൾ അവരുടെ ഒരു ഫ്രണ്ട് ആയിട്ട് നമ്മൾ മാറുക. ഓക്കെ. ഫ്രണ്ട് ആയിട്ട് മാറുക, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് മാറുക, അവരെ ഗൈഡ് ചെയ്യുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ ആ ഫ്രണ്ട് ആയിട്ട് മാറുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മിസ്ഗൈഡഡ് ആയിട്ട് പോകാനും പാടില്ല. ഓക്കെ. വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ കണക്ഷനിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അവരുമായിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു വിഷണറി ആയിട്ടുള്ള പാരന്റ് എങ്ങനെയാണ് കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, 3 റെലം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഓക്കെ. അതായത് 3 ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. കുട്ടികളുടെ ഒപ്പം നിൽക്കണം നമ്മൾ. ഓക്കെ. ഈ 3 ഏരിയാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഏരിയ ആം, അവരുടെ ഫിസിക്കൽ ലെവൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ലെവൽ. നമ്മൾ കൂടുതൽ മെജോറിറ്റി ആൾക്കാരും പാരന്റ് ആവാന്ന് പറയുന്ന സമയത്ത് ബയോളജിക്കൽ ലെവലിൽ എല്ലാവരും ഏകദേശം അടിപൊളി പാരന്റ്സ് ആണ്. ഓക്കെ. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ബർത്ത് കൊടുക്കുന്നു, അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് സ്കൂളിൽ പോകാനും മറ്റുള്ള കോളേജിൽ പോകാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നു. അവരെ അതിലൊക്കെ നമ്മൾ ഗൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇത് ഒരു ലെവലേ ആവുന്നുള്ളൂ. പാരന്റിങ് കണക്ഷൻ, കുട്ടികളുമായിട്ടുള്ള കണക്ഷൻ നല്ല രീതിയിൽ ബിൽഡ് ആവണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു റെലം ആവുള്ളൂ. അവർക്കുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു റെലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പോ പലപ്പോഴും പാരന്റ്സ് പറയുന്ന ഒരു സംഭവമാണ്, എസ്പെഷ്യലി ഡിസ്റ്റന്റ് ആയിട്ടുള്ള പാരന്റ്സ് ഒക്കെ പറയും, കുട്ടികൾ നമ്മളായിട്ട് ഒരു കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മളോടൊന്നും ഷെയർ ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മള് ട്ടുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു സിങ്ക് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതിന് ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, പല പാരന്റ്സും എസ്പെഷ്യലി ഡിസ്റ്റന്റ് ആയിട്ടുള്ള പാരന്റ്സ്, ഇപ്പൊ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ഒക്കെ ആകുമ്പോൾ ഇവര് കുട്ടികളുമായിട്ട് പേഴ്സണൽ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ. ഇവര് ഗൾഫിൽ നിന്നിട്ട് എന്തോ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിട്ടാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുക, അവർ വളർന്നു വന്ന സമയത്ത് അവരുമായിട്ട് പേഴ്സണൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കേണ്ട ഒരു കണക്ഷൻ എന്ത് ചെയ്യുന്നില്ല, അവിടെ സംഭവിക്കുന്നുള്ളതാണ്, ഇല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം അച്ഛന്മാരാണല്ലോ കൂടുതലും ഗൾഫിലൊക്കെ ഉണ്ടാവുക. അപ്പം ഇവര് ഗൾഫിൽ നിന്നിട്ട് എല്ലാം ഓർഡർ ചെയ്യുള്ളൂ കുട്ടികളോട്. ഇപ്പം അച്ഛന്മാർ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവനോട് ഇനി നാളെ മുതൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓർഡർ കൊടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ ഓർഡറുകളും ജഡ്ജ്മെന്റ്സും ആയിട്ട് മാത്രമാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഈ പാരന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുക. ഒരു ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഇല്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാലും മുന്നേ ഈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവര് തമ്മിലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കാറില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് പാരന്റ് ആണ്, പക്ഷെ ഏത് ലെവലിൽ മാത്രമേ പാരന്റ് ആയിട്ടുള്ളൂ, ഫിസിക്കൽ ലെവലിൽ മാത്രമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ എനിക്ക് എന്താ, എന്റെ സ്പോൺസർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്ന ഒരു പാരന്റ് എന്നുള്ള ലെവലിൽ മാത്രമേ എന്തായിട്ടുള്ളൂ, പാരന്റ് ആയിട്ടുള്ളൂ. അപ്പൊ അവിടെ മാത്രമല്ല നമ്മൾ പാരന്റ് ആവേണ്ടത്. ഓക്കെ. ഇത് ഒരുപാട് പാരന്റ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു റെലം മാത്രമേ ആവുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു റെലം ഉണ്ട്. ആ റെലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ലെവലാണ്. ഇമോഷണൽ ലെവൽ. ഓക്കെ. അപ്പം മെന്റൽ ലെവലിൽ നമ്മൾ എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുത്താലും ഇമോഷണൽ ലെവലിൽ നമ്മൾ നല്ല രീതിയിൽ കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ, കുട്ടികൾ നമ്മളായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മളൊരു ചില കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന വെച്ചാല് അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ലെവൽ. ഓക്കെ. മാനസികമായിട്ടുള്ള ഏരിയയിൽ. അപ്പൊ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു കുട്ടികളുടെ മൈൻഡിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ക്ലാരിറ്റി തരാം. നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ടല്ലോ.
അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്ന സംഭവം അതിന്റെ ഒരു ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ഓക്കെ, നമ്മൾ അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സിന്റെ ഒരു പാർട്ടാണ്. ഈ പാർട്ടില് ആണ് നമ്മുടെ എല്ലാ മെമ്മറീസും കാര്യങ്ങളൊക്കെ സ്റ്റോർഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ. അപ്പൊ കുട്ടികളുടെ മനസ്സ് എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുട്ടികള് ആഹ് പു അവര് ജനിച്ചത് മുതല് അവര് 8 വയസ്സ് വരെയുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവരുടെ മനസ്സിലേക്ക് അവരുടെ മനസ്സില് ഈ സബ് കോൺഷ്യസ് ലെവലില് ഒരുപാട് ഇൻഫോർമേഷൻസും ഇമോഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 8 വയസ്സ് വരെയുള്ളതിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ഇടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ സമയത്ത് കുട്ടികൾക്ക് നല്ല പാരന്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ സമയത്ത് നല്ല പാരന്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഉള്ളിൽ ഫുൾ ഇവരുടെ മൈൻഡ് അടിപൊളിയായിരിക്കും. ഓക്കെ, ഇവര് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. കാരണം വെച്ചാല് 8 വയസ്സ് വരെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഓപ്പൺ ആയിട്ട് കിടക്കുക. അപ്പൊ ആ സമയത്ത് എന്തൊക്കെയാണോ മൈൻഡിലേക്ക് പാരന്റ്സിൽ നിന്ന് കയറി പോയിട്ടുള്ളത്, പാരന്റ്സ് പറഞ്ഞതും ഒക്കെ എന്ത് ചെയ്യും, ഈ സമയത്താണ് കയറി പോവുക. അപ്പൊ ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാ ഉള്ളത്, ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് എന്ത് ചെയ്യുക, ഇവര് ബാക്കിയുള്ള ലൈഫ് മൊത്തം ജീവിക്കുക. ഓക്കെ. അപ്പോ ഈ സമയത്ത് കുട്ടികള് നല്ല പാരന്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, അവര് എല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് കാണാം. അവർക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ പോസിറ്റീവ് ആയിരിക്കും, വെൽത്തിന്റെ കാര്യത്തിൽ അവർ പോസിറ്റീവ് ആയിരിക്കും, ലൈഫിൽ നല്ല സക്സസ് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ അവർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാത്തിലും അവർ പോസിറ്റീവ് ആക്കും. എന്നാൽ ഇത് നെഗറ്റീവ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ കുട്ടികളാണ് ചിലപ്പം പിന്നീട് പ്രശ്നക്കാരായിട്ട് മാറുക. ഓക്കെ. ഇതില് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹിറ്റ്ലർ എന്ന് കേൾക്കാറുണ്ടല്ലേ, ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഹിറ്റ്ലർ അത്ര നല്ല ആളല്ല നമുക്കറിയാം. പക്ഷെ എന്താണ്, അദ്ദേഹം ഒരു ലീഡർ ആയിരുന്നു. അപ്പൊ ഹിറ്റ്ലർ ഒരുപാട് ക്രൂവൽ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു. അപ്പൊ ഹിറ്റ്ലറിന്റെ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഹിറ്റ്ലറിന് കിട്ടിയിട്ടുള്ള ഒരു ബാഡ് പാരന്റിങ് ആയിരുന്നു. അതായത് ചെറുപ്പത്തിൽ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള പാരന്റ്സ് ആയിരുന്നു. പാരന്റിങ് ആണ്, എസ്പെഷ്യലി ഫാദർ ആണെന്ന് തോന്നുന്നു. ലൈക്ക് അബ്യൂസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറിന് ആ ഒരു പാരന്റിങ് ആണ് ഹിറ്റ്ലർ പിന്നീട് ഇത്രയും ക്രൂവൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ കാരണമായി എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതുപോലെ നമ്മളുടെ കുട്ടികളുടെ മൈൻഡിനെ സ്വാധീനിക്കുന്നത് കുട്ടികൾക്ക് 0 മുതൽ 8 വയസ്സ് വരെ കിട്ടുന്ന സമയത്ത് എന്തൊക്കെയാണോ കിട്ടിയിട്ടുള്ളത് അതൊക്കെ എന്ത് ചെയ്യും, അവരുടെ ഉള്ളിൽ കയറിപ്പോകും. അതില് ഫിയർ ഉണ്ടാവും, അതില് ആൻസൈറ്റി ഉണ്ടാവും, അതില് ഇൻസെക്യൂരിറ്റി തോട്ട്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഇമോഷൻസും നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും ഒക്കെ എന്താണോ ഉള്ളത്, അത് ഒരു സ്പോഞ്ച് പോലെ മനസ്സിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടാവും അവര്. ഇത് വെച്ചിട്ടാണ് അവരുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. കാരണം കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഓക്കെ, മാതാപിതാ ഗുരു ദൈവം. അപ്പം ഈ മാതാവ്, പിതാവ്, അതുപോലെ തന്നെ ദൈവവചനങ്ങൾ എന്നുള്ള രീതിയിൽ കുട്ടികൾ കേൾക്കുന്ന സംഭവങ്ങള്, അതുപോലെ തന്നെ ഗുരു, അവരുടെ ടീച്ചർ, അവർ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള ടീച്ചർ, ഇവരൊക്കെ എന്താണോ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെ കുട്ടികളുടെ ബിലീഫായിട്ട് മാറും, അവരുടെ വിശ്വാസമായിട്ട് മാറും. അപ്പൊ ഒരു ടീച്ചർ നീ മണ്ടനാണ് എന്നുള്ള രീതിയിലാണ് കുട്ടീനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ കേൾക്കുന്നതെങ്കിൽ, കുട്ടിയുടെ വിചാരത്തില് ഞാൻ ഒരു മണ്ടനാണ് എന്നുള്ള ഒരു ബിലീഫാണ് കയറിപ്പോവുക. ഓക്കെ, സബ് കോൺഷ്യസില്. ഓക്കെ. ഇനിയിപ്പം നമ്മളെ പാരന്റ്സ് എന്തെങ്കിലും ചീത്ത പറയുന്ന സമയത്ത് നീ അല്ലെങ്കിലും ഒന്നും ചെയ്തു കഴിഞ്ഞാൽ ശരിയാവൂല എന്നുള്ള രീതിയിൽ നമ്മൾ ഇമോഷണൽ ആയിട്ട് അവർ ചീത്ത പറയുന്ന സമയത്ത് കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതാണ് പതിയുക. ഇത് എപ്പോഴാ പ്രശ്നമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ വളർന്ന് വലുതായി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു തോട്ടാണ് വരിക, ഞാൻ എന്ത് ചെയ്താലും ശരിയാവാറില്ല എന്നുള്ള തോട്ടാണ് കുട്ടികളുടെ മനസ്സിൽ വരിക. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പണ്ട് കുട്ടികളില് ഏഹ് നം ഏഹ് ന വാക്കുകളായിട്ട് ആ കുട്ടികൾ വളർന്ന സമയത്ത് എന്തൊക്കെയാണോ ആ മനസ്സിൽ കേറിപ്പോയിട്ടുള്ളത് അതാണ് എന്ത് ചെയ്യാം, കുട്ടികളില് പിന്നീട് അവര് വലുതായ സമയത്ത് എന്ത് ചെയ്യാ, കാണിക്കുക. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, അച്ഛന്റെ അതേ ദേഷ്യമാണ് കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്, അമ്മയുടെ അതേ സംഭവമാണ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികള് അബ്സോർബ് ചെയ്തെടുത്ത സംഭവങ്ങൾ എന്ത് ചെയ്യും, അവർ വളർന്ന് വലുതാവുന്ന സമയത്ത് എന്ത് ചെയ്യും, കുട്ടികള് കാണിക്കുന്നുള്ളതാണ്. അവരുടെ മൈൻഡിൽ അത് സ്റ്റോർ ആയിട്ടുണ്ടാവുന്നു. അവര് പോലും അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, അതൊരു പാറ്റേൺ ആയിട്ട് അവരുടെ മൈൻഡിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, അവർ പ്രകടിപ്പിക്കുന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇതാണ് പാരന്റ്സിന്റെ, ഇങ്ങനെയാണ് കുട്ടികളുടെ മനസ്സ് രൂപീകരണപ്പെടുന്നതിൽ പാരന്റ്സിന്റെ റോള്. ഓക്കെ. അതിൽ ഏറ്റവും റോള് പാരന്റ്സിനാണ്. കാരണം കുട്ടികള് ചെറുപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, പാരന്റ്സിന്റെ അടുത്താണ്. ഓക്കെ. അപ്പം നമ്മുടെ കുട്ടികളില് എന്ത് നെഗറ്റീവ്സ്, എല്ലാ നെഗറ്റീവ്സും നമ്മളിൽ നിന്നല്ല. പക്ഷെ ഈ ദേഷ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മളിൽ നിന്നാവും, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്രായത്തില് ആരാണോ അവരോട് കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് അവരിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുക, നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് സ്റ്റോർ ആയിട്ട് പോവാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ആയിട്ട് പോകുന്ന സമയത്ത് ഇതാണ് എന്ത് ചെയ്യുക, പിന്നീട് അവരുടെ ലൈഫിൽ
അവരെന്ത് ചെയ്യാ പുറത്ത് കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവര് എന്താ പറയാ അവര് എന്തെങ്കിലും കാര്യത്തിൽ ഇമോഷണലി ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം അത് ഓൾറെഡി അവരുടെ മനസ്സിൽ സ്റ്റോർ ആയിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ്. ഓക്കെ. അപ്പം പാരന്റ്സ് രണ്ടാമത്തെ പാരന്റ്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലെവൽ ഓഫ് സപ്പോർട്ട് കൊടുക്കുന്നത് ഇമോഷണൽ ലെവലിലാണ്. അപ്പൊ എങ്ങനെ ഇമോഷണൽ ലെവലിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ള നോക്കുന്ന സമയത്ത് നമുക്കറിയാം കുട്ടികള് നമ്മളോട് എന്തെങ്കിലും ഒരു കഥ വന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ കുട്ടികൾ കരയാണെങ്കിൽ നമ്മൾ പറയാണ് എന്ത് ഈ എന്താ ചെറിയ കുട്ടികളെ പോലെ കരയണ്. ഓക്കെ. നമുക്ക് എന്ത് ഇമോഷൻസ് ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് പുറത്തു വിടാനുള്ള ഒരു മാർഗ്ഗമാണ് കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കുട്ടികൾ കരയുന്ന സമയത്ത് ഇപ്പോഴും ചെറിയ കുട്ടിയാ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഇതാക്കുമ്പം അവരത് എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കരയാൻ പാടില്ല അല്ലെ, അപ്പം ഇത് അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ട് എങ്ങനെ ആയിരിക്കും, ഇതൊക്കെ വലിയ കാര്യമാണോ, ഓക്കെ ഇതപ്പോ വലിയ കാര്യം, ഇതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുട്ടികളുടെ ഇമോഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ നമ്മൾ കാര്യമാക്കാതെ അല്ലെങ്കിൽ അതൊക്കെ കുട്ടി തോന്നുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മളുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ എന്ത് ചെയ്യാണ് കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യാം. പിന്നെ നമ്മളോട് അധികം കുട്ടികൾ ഷെയർ ചെയ്യൂല. കാരണം ഷെയർ ചെയ്ത് കഴിഞ്ഞാലും അതിനെ എന്ത് ചെയ്യില്ല, അമ്മ അച്ഛൻ അംഗീകരിക്കൂല, അല്ലെങ്കിൽ അതിനെ തോന്നുന്നതാന്ന് പറയും, അല്ലെങ്കിൽ അത് വാലിഡ് അല്ല എന്ന് പറയും. എന്നുള്ളത് കൊണ്ട് ഒന്നിലേക്ക് കുട്ടികൾ നമ്മളോട് അത് ഷെയർ ചെയ്യില്ല, ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനോട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഷെയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇമോഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നതാണ് എന്നുള്ള രീതിയിൽ അവർ അതിനെ സപ്രസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുട്ടികൾ സപ്രസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് പിന്നീട് വലുതാവുന്ന സമയത്ത് അത് വലിയ സ്ട്രെസ് ആയിട്ട് മാറുക. കുട്ടികൾക്ക് ജോലിയിലാണെങ്കിലും മറ്റുള്ള സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ ഈ നമ്മള് കുട്ടികൾ പറയുന്നത് നമ്മൾ കേൾക്കാനായിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ നമ്മൾ വാലിഡ് ആയിട്ട് കണ്ടിട്ട് ഇല്ലെങ്കിൽ കുട്ടികൾ അതിനെ സപ്രസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാറ്റേൺ ആയിട്ട് മാറും. കുട്ടികൾക്ക് പിന്നെ എന്ത് ഇമോഷൻസ് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ എനിക്ക് തോന്നുന്നു, അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ അതിനെ അവർ എസ്കേപ്പ് ചെയ്യും എപ്പോഴും. ഇതൊന്നും ശരിയല്ല എന്നുള്ള പെട്ടെന്ന് എന്ത് ചെയ്യും അവര്. ഇപ്പം നമ്മൾ കുട്ടികൾ കൂടുതൽ മൊബൈൽ യൂസുകളൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഇമോഷൻസ് വരുമ്പോൾ അതിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകളിൽ നിന്നും പെട്ടെന്ന് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് മൊബൈൽ എടുക്കുക, അല്ലെങ്കിൽ എപ്പോഴും സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കണം, അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താ മറ്റുള്ള ഗെയിമുകൾ. ഇപ്പൊ ഇവൻ നമ്മൾ ഈ ഡ്രഗ് അഡിക്ഷൻസ് പോലും കുട്ടികളുടെ സ്ട്രെസ് കൂടുന്നത് കൊണ്ട് വരുന്ന. ഓക്കെ. എങ്ങനെയെങ്കിലും ഹാപ്പിനെസ് കിട്ടണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ ചിന്തകളിൽ നിന്ന് ആ ഇമോഷൻസിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കുട്ടികള് ഈ പറഞ്ഞ അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടാനുള്ള മാർഗങ്ങൾ നോക്കുന്നത്. അത് മൊബൈൽ അഡിക്ഷൻ ആവാം, ഡ്രഗ് അഡിക്ഷൻ ആവാം, അങ്ങനെ പലതും ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇമോഷണലി ഓപ്പൺ ആക്കി കൊടുക്കുക. കുട്ടികൾ എന്ത് സങ്കടം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാം, അതിന് ഓപ്പൺ ആക്കി കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി നമ്മള് ഒരു നിങ്ങളൊരു ഒരു ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ജീവിച്ചു വളർന്ന ആൾക്കാരാണെങ്കിൽ, അതായത് നിങ്ങളുടെ അടുത്ത് വേറെ അയൽവാസികളോ ഒന്നുമില്ല, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ ആരുമായിട്ട് കണക്ഷൻ ഇല്ല, കോളിലൂടെ ആരുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നല്ല ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ നമുക്ക് പലപ്പോഴും മിസ് ഗൈഡൻസ് ആണ്. ഓക്കെ. മറ്റുള്ളവർ ഇങ്ങനൊന്നും കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ന്യൂ പല ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പാറ്റേൺ അതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാരന്റ് ആയിട്ടിരിക്കുന്നതിനാണെങ്കിൽ നല്ലത് നിങ്ങൾ നിങ്ങളുടെ പാരന്റിന്റെ ചൈൽഡ് ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ പാരന്റിനെ ചൈൽഡ് ആക്കി ആലോചിച്ചാൽ മതി. നിങ്ങള് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ ആലോചിക്കണം, ഒന്നുകൂടി കണക്ട് ആവും. ഓക്കെ. അപ്പോ നമ്മള് ഈ പറഞ്ഞ ഇമോഷൻസ് കുട്ടികളെ അലൗ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികൾക്ക് അത് സ്ട്രെസ് ആയിട്ട് എന്ത് ചെയ്യും അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ കുട്ടികൾ നമ്മളോട് എന്തെങ്കിലും വന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനെ ജഡ്ജ് ചെയ്യാതെ, ഓക്കെ, അതിനെന്ത് ചെയ്യാം നമ്മള് അതിനെ അത് കേൾക്കുക. ഓക്കെ. നമ്മളെപ്പോഴും എന്തുകൊണ്ടാ ജഡ്ജ് ചെയ്ത് പോകുന്നത്, നമുക്ക് പേടിയാണ്. ഇപ്പൊ കുട്ടികള് സ്കൂളിൽ നടന്നൊരു സംഭവം പറയുമ്പോൾ അയ്യോ അങ്ങനെ ഉണ്ടായോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻഷ്യസ് ആയിട്ട് മാറും. നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ ഫിയർ എന്ത് ചെയ്യും, ഓൺ ആക്കും. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും അച്ഛനോട് പറയുന്നത് സേഫ് അല്ല, അമ്മനോട് പറയുന്നത് സേഫ് അല്ല. അങ്ങനെ ഒരു സംഭവം കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കയറും. പിന്നെ എന്ത് ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. അപ്പൊ നമ്മള് കുട്ടികൾ എന്ത് നമ്മളോട് വന്ന് പറയുമ്പോഴും ആദ്യം അതിനെ ലിസൺ ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യാം, കേൾക്കുക. അതിനെ മുഴുവനായിട്ട് കേൾക്കുക. നമ്മള് നമ്മുടെ ഉള്ളില് ഫിയറും ആൻഷൈറ്റി ഒക്കെ വരും. അത് നമ്മുടെ ആൻഷൈറ്റി ആണ്, നമ്മുടെ ഫിയർ ആണ്. അപ്പൊ ആ ഫിയറിനെയും ആൻഷൈറ്റിനെയും തൽക്കാലത്തേക്ക് ഒന്ന് എന്ത് ചെയ്യാം, നമ്മൾ ക്ഷമിപ്പിക്കുക. കുട്ടികൾ പറയുന്നത് എന്ത് ചെയ്യാം, മൊത്തം കേൾക്കുക. എന്നിട്ട് കുട്ടികൾക്ക് അപ്പൊ തന്നെ മറുപടി കൊടുക്കണം എന്നില്ല.
കുട്ടികൾക്ക് പറയുന്നതിന് അപ്പഴും മറുപടി കൊടുക്കുന്നില്ല. നമ്മുടെ ഫിയറും ആൻസൈറ്റിയും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അയ്യോ അങ്ങനെ ഉണ്ടായോ, എന്നിട്ട് നീ എന്താ കാട്ടെ, നീ എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യും. അല്ലെങ്കിൽ കുട്ടികൾ അവരെന്ത് ചെയ്യും, അവരെയും നമ്മൾ ആൻഷ്യസ് ആക്കും. അപ്പൊ അതിന് പകരം നമ്മൾ അവിടെ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ അവിടെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. അത് മൊത്തം കേട്ടതിന് ശേഷം നമ്മുടെ ഈ ഇമോഷൻസ് ഒന്ന് അടങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ള ആൻസർ കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് നമ്മൾ ആലോചിച്ചിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഗൈഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, നമ്മളോട് എല്ലാം വന്ന് ഷെയർ ചെയ്യും. കുട്ടികൾ എന്ത് ചെയ്യും, ഏഹ് നമ്മളുമായിട്ടുള്ള ഒരു നല്ലൊരു കണക്ഷൻ അവിടെ ബിൽഡ് ആവും. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരുപാട് ആൻസൈറ്റീസ്, ഒരുപാട് പേടി, ഇത് അങ്ങനെ ആവോ, ഇത് ഇങ്ങനെ ആവോ എന്നുള്ള ഒരുപാട് പേടി നമ്മുടെ ഉള്ളിലുണ്ട്. ഒരുപാട് ഫിയേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഫിയേഴ്സ് ഒക്കെ ഉള്ളിലുണ്ടെന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, അതിൽ അവെയർ ആവുക. എന്നിട്ട് കുട്ടികളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യുന്നതിന് പകരം ഒന്ന് കൂളായിട്ട് ആ കാര്യത്തിലൊക്കെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികളും നമ്മളുമായിട്ടുള്ള കണക്ഷൻ എന്ത് ചെയ്യും, ബിൽഡ് ആവുന്നതാണ്. ഓക്കെ. ഒരിക്കലും കുട്ടികളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ല, ഇതൊക്കെ വലിയ കാര്യമാണോ എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുട്ടികൾ നമ്മളുള്ള ആ ഒരു കണക്ഷൻ എന്ത് ചെയ്യാണ്, അവിടെ ഇതാവാണ്, അവിടെ ബ്രേക്ക് ആവാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മളൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാണ്. അവര് നമ്മളോട് ഫുഡ് ചോദിക്കും, സ്കൂളിൽ പോകാൻ പൈസ ചോദിക്കും, ഒക്കെ ചോദിക്കും. ആ കാര്യത്തിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനത്തെ ഇമോഷണൽ കാര്യങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് വേണ്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യും, അവര് ഡിസ്റ്റന്റ് കീപ്പ് ചെയ്യും. അവരെന്ത് ചെയ്യും, അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും, അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കുട്ടികളുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു നാച്ചുറൽ കണക്ഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇമോഷണലി കൂടി അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ പ്രസൻസ് അലൗ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 8 വയസ്സ് വരെയാണ് കുട്ടികളുടെ മൈൻഡിലേക്ക് എല്ലാം സ്റ്റോർഡ് ആയിട്ടുണ്ടാവുക. 8 വയസ്സ് കഴിഞ്ഞാലും സ്റ്റോർഡ് ആവും. എപ്പോഴാണെന്നറിയോ? നമ്മൾ വളരെയധികം ഇമോഷണലി കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് 8 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അവരുടെ ഉള്ളിൽ സ്റ്റോർ ആവും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികളുടെ അക്കാഡമിക്സിൽ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നാണ് നമുക്ക് ആഗ്രഹം. പക്ഷേ നമുക്ക് പേടി, നമ്മുടെ ഉള്ളിൽ ആൻസൈറ്റി ആണ്. എന്ത്, എന്റെ കുട്ടി എങ്ങാനും സക്സസ് ആവാതെ പോവോ, അവനെങ്ങാനും ഇനി ലൈക്ക് വിജയിക്കാതെ പോവോ, ലൈഫിൽ വിജയിക്കാതെ പോവോ, അവന് ഇനി ഭാവിയിൽ കഷ്ടപ്പെടുവോ എന്നുള്ള ഒരുപാട് ആൻസൈറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ. ഈ ആൻസൈറ്റീസ് വെച്ചിട്ട് നമ്മൾ കുട്ടികളോട് മാർക്ക് ചെയ്യുക, നിന്റെ മാർക്ക് എത്ര ഇത്ര കിട്ടിയുള്ളൂ, അത്ര കിട്ടിയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ഓവർലി ആൻഷ്യസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, കുട്ടികൾക്ക് ആ ആൻസൈറ്റി കുട്ടികളിലേക്കും ട്രാൻസ്ഫർ ആണ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രേഡ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പം കുട്ടികൾക്ക് ചിലപ്പോൾ അത് കാരണം കുട്ടികൾ ആൻഷ്യസ് ആയിട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങിക്കണോ, പക്ഷെ അപ്പോഴും അവരെന്താവില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല. അവരപ്പോഴും ആൻഷ്യസ് ആയിരിക്കണം. കാരണം അവരുടെ നിലനിൽപ്പ് എന്തായിരിക്കും, ആ ഉം, ഇനിയും എന്നുള്ള രീതിയിൽ അവർ ആൻസൈറ്റിയിലായിരിക്കും അവർ നിലനിൽപ്പ് ഉണ്ടാവുക. നമ്മുടെ എന്റെ ഒരു സ്റ്റുഡന്റ് എന്നോട് വന്നിട്ട് പറഞ്ഞൊരു സംഭവമാണ്. എന്റെ പാരന്റ്സ് ഞാനൊരു ബാഡ് ബോയ്, എന്നോട് വന്ന് ചോദിക്കുന്നത് ഞാനൊരു ബാഡ് ആയിട്ടുള്ള ബോയ് ആണോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത്, നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞത്, എന്റെ പാരന്റ്സ് പറഞ്ഞു 90+ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഗുഡ് ബോയ് ആവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബാഡ് ബോയ് ആണെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ. നല്ല കഴിവുള്ള കുട്ടിയാണ്. കുറെ സമയം അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ അവന് അത് ആൻഷൈറ്റി ആയിട്ട് ഉള്ളിൽ കയറി, സ്ട്രെസ് ആയിട്ട് ഉള്ളിൽ കയറി. അവനിപ്പോ പേടി, ഇനി അവൻ പഠിച്ചാലും ആ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവൻ ബാഡ് ബോയ് ആവോ എന്നുള്ള സ്ട്രെസ് ആണ് അവിടെ കയറിയത് അവൻക്ക്. ആ സ്ട്രെസ് കയറിയതോടുകൂടി അവനക്ക് പഠിക്കാനും പറ്റുന്നില്ല. ഓക്കെ. അവൻ നാച്ചുറലി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ 90-95 ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കുട്ടിയായിരുന്നു. പക്ഷെ പഠിക്കാനിരിക്കുന്ന സമയത്ത് എനിക്കിത് കിട്ടൂലേ എന്നുള്ള ആൻസൈറ്റി ആണ് എന്ത് ചെയ്യുന്നത്, അവനക്ക് വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അവൻ എന്താണ്, ഡിപ്രസ്ഡ് ആണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അവൻ ബാത്റൂമിലൊക്കെ എന്ത് ചെയ്യണം, പോയിട്ട് കരയാണ്. കാരണം അവനക്ക് പേടി. കാരണം അവന്റെ ഐഡന്റിറ്റി പാരന്റ്സ് പറഞ്ഞു കൊടുത്തത് എന്താണ്, നല്ല മാർക്ക് വാങ്ങിക്കുമ്പോഴേ ഗുഡ് സ്റ്റുഡന്റ് ആവുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് വിഷണറി അല്ലാത്ത പാരന്റ് ആണ്. ഒരു മിനിറ്റ്. അപ്പൊ വിഷണറി ആയിട്ടുള്ള പാരന്റ് എങ്ങനെ കാണണം, മാർക്ക് ഒരു ഘടകമാണ്, അവന്റെ സക്സസിലേക്ക് എത്തുന്ന ഘടകമാണ്. പക്ഷെ ഒരിക്കലും മാർക്ക് വെച്ചിട്ട് അവനെ നമ്മൾ അളക്കരുത്, മഷർ ചെയ്യരുത്. ഓക്കെ. കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഓക്കെ. അപ്പൊ ഒരിക്കലും മാർക്കാണ് നീ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അവരെ മെഷർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മള് നമുക്ക് വിഷൻ ഉണ്ട്, അവൻ ഇങ്ങനെ ആവേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനാവണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഗുണമുള്ള ഒരു മനുഷ്യനാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷൻ നമ്മുടെ എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ഓക്കെ. കാരണം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ലക്ഷ്യം അവരെ പറ്റിയിട്ട് ഉണ്ട്. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും അവരുടെ പ്രൊഫഷനോ അല്ല. എന്റെ മകൻ
ഈ ഇങ്ങനെ ഒരു നല്ല ഏത് പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ നല്ലൊരു മനുഷ്യനായിട്ട് അവൻക്കും വേൾഡിനും അവന് ചുറ്റുമുള്ളവർക്ക് ഗുണമുള്ള ഒരാളായിട്ട് മാറണം എന്നുള്ള രീതിയിൽ നമ്മൾ വിഷൻ ഉണ്ടെങ്കിൽ ഇവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, അവനെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇവരെന്താണ് ഡിസ്പ്രസ്ഡ് ആണ്. അവൻക്ക് അവന്റെ പാരന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആൻഷൈറ്റി ആണ് എന്ത് ചെയ്ത് അവനെയും ബുദ്ധിമുട്ടിലാക്കിയത്. അപ്പം ഇവൻ നമ്മള് ഈ 8 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ ആൻഷൈറ്റീസ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, അത് അവിടെ ഷെയർ ആവും. അപ്പൊ നമ്മൾ ആൻഷൈറ്റി കൊടുക്കുന്നതിന് പകരം ആൻഷൈറ്റീസ് നമുക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് മാത്രം അവരെ ഗൈഡ് ചെയ്യാം. ഓക്കെ, മാർക്ക് വാങ്ങിക്കണം അതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ആൻഷൈറ്റി ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതോ അവർക്ക് മാർക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങളാണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും എൻഷുർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇതാക്കേണ്ട സംഭവമാണ്, നമുക്കൊരു നല്ലൊരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം അവനെ അവനുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സയൻസിൽ 30 മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം 31 കിട്ടി കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ്മെന്റ് ആണ്, 40 കിട്ടി കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ്മെന്റ് ആണ്. അപ്പൊ ആ രീതിയിൽ കുട്ടികളോട് പറയാം, നീ ഇന്നലത്തേക്കാളും നാളെ ബെറ്റർ ആയാൽ മതി. ബാക്കിയുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് പകരം അവനെ അവരുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, കാരണം ബാക്കിയുള്ളവർ നമുക്കറിയാലോ, സ്റ്റുഡൻസിന് എല്ലാവർക്കും പല പല ഇന്റലിജൻസ് ആണ്. ചില ആൾക്ക് ആർട്ടിലായിരിക്കും ഇന്റലിജൻസ് ഉണ്ടാവുക, ചില ആൾക്ക് പഠിത്തത്തിലായിരിക്കും ഇന്റലിജൻസ് ഉണ്ടാവുക, ചില ആൾക്കാർക്ക് എഴുത്തിലായിരിക്കും ഇന്റലിജൻസ് ഉണ്ടാവുക. അങ്ങനെ പല ഇന്റലിജൻസ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി നല്ലോണം പഠിക്കാൻ ബുദ്ധിയുള്ള, അത്രയും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയുമായിട്ട് ആർട്ടിൽ കഴിവുള്ള നമ്മുടെ കുട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഒരു നല്ല കമ്പാരിസൺ പോലും ആവുന്നില്ല. ഓക്കെ, നമ്മള് കുരങ്ങനെയും ആനനെയും മരം കയറാൻ വേണ്ടിയിട്ട് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു നല്ലൊരു കമ്പാരിസൺ പോലും അല്ല അല്ലെ. രണ്ട് കുരങ്ങനെ പിടിച്ചിട്ട് നമ്മൾ മരം കയറാൻ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് എ കോമ്പറ്റീഷൻ. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളുള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള കുട്ടികളെ നമ്മൾ ഒരേപോലെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ആക്ച്വലി ഹാർംഫുൾ ടു ദം. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് ജഡ്ജ്മെന്റ് നമ്മൾ നമ്മുടെ ആൻഷൈറ്റിൽ നിന്ന് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റാതെ പോകുന്നത്. പകരം ഇത് എന്റെ കുട്ടിയാണ്, ഈ കുട്ടിനെ ഏറ്റവും മനസ്സിലാക്കാൻ പറ്റിയ എനിക്കാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടിയുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബാലൻസ് നമുക്ക് കൊണ്ടുവരാനും നല്ല രീതിയിൽ അവരെ ഗൈഡ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ വിഷൻ. എന്റെ കുട്ടി എങ്ങനെ ആവണം എന്നാണ് എനിക്ക് ആഗ്രഹം, ആ ആവുന്നതിലേക്കാണോ ഈ പോക്ക് പോകുന്നത് എന്ന് എപ്പോഴും നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, കാരണം ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, അല്ലെങ്കിൽ ടെൻഷൻ കൂടിയ ആൾക്കാര്, അല്ലെങ്കിൽ ഇമോഷണൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ആ ഇപ്പം ലൈക്ക് വഴി തെറ്റുന്നത് എന്ന് പറയാം. ഓക്കെ, കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ അഡിക്ഷനിലേക്ക് പോകുന്നത് എന്താണ്, സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇതുപോലെ ഇവർക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാനോ സ്ട്രെസ് റിലീവ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, എപ്പോഴും എന്തെങ്കിലും ഷോർട്ട് കട്ടുകൾ, ഹാപ്പിനെസ്സിലേക്കുള്ള ഷോർട്ട് കട്ടുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമുക്ക് ഹാപ്പിനെസ്സിലേക്കുള്ള ഷോർട്ട് കട്ട് കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റൂല, പിന്നെ അതിനേക്കാൾ വലുത് വേണം. ഓക്കെ, ഇപ്പൊ നമ്മളിലും ചില സംഭവത്തിൽ കാണാൻ പറ്റും, ചില ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ അഡിക്റ്റഡ് ആണെങ്കിൽ ആ സംഭവം നമ്മൾ ഇപ്പം അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് മാത്രം വിചാരിക്കേണ്ട. അപ്പൊ നമ്മൾ കാർ അഡിക്റ്റ് ആണെങ്കിൽ ഒരു കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അടുത്ത കാർ, അങ്ങനെ നമ്മൾ എന്താണ് ഹാപ്പിനെസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇതേ കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരും. ഇപ്പൊ ഡ്രഗ്സ് ആണെങ്കിൽ ഒരു ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടാതാവും, അപ്പൊ അടുത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഇവർ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ഇമോഷൻസിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ചെയ്തു പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവർക്കൊരു നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാം, അവരിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിട്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കുട്ടികളുമായിട്ട് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അവർ അതിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യാം, അവർ പറയുന്ന കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി എങ്ങനെയാ നമ്മൾ നോക്കണ്ട, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ ആള് അവരുടെ കുട്ടീനെ എങ്ങനെയാ നോക്കിയത് നമ്മൾ പാരന്റിങ് നടത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് മാറും. ഓക്കെ, അവിടെ എന്ത് ചെയ്യും, ഈ ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പുറത്തുനിന്ന് സജഷൻസ് എടുക്കുന്നതിനേക്കാളും ഇനി എന്തൊക്കെ സജഷൻസ് എടുത്താലും അവസാനം നമ്മൾ വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ആ ഒരു റെസ്പോണ്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ വേണം ആ ഒരു എങ്ങനെ അതിനോട് ആ റിലേഷൻസ് കീപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട്. ഓക്കെ, കാരണം ഓരോ റിലേഷനും പാരന്റും കുട്ടിയുമായിട്ടുള്ള ഓരോ റിലേഷൻസും എന്താണ്, യുണീക്ക് ആണ്. വേറൊരു സ്ഥലത്ത് നമുക്ക് അത് കോപ്പി അടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ റെലം എന്ത് ചെയ്യാം, നമ്മൾ രണ്ടാമതായിട്ട് ഫിക്സ് ചെയ്യാം. മൂന്നാമതായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഹോളിസ്റ്റിക് ലെവലാണ്. ഹോളിസ്റ്റിക് ലെവൽ ഹോളിസ്റ്റിക് ലെവൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കുട്ടികൾ മെന്റൽ ലെവൽ, ഇമോഷണൽ ലെവലിൽ എന്താണ്, കുട്ടികൾക്ക് കൂടുതലും ട്രാൻസ്ഫർ ആവുന്നത് പാരന്റ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ ആ ചെറുപ്പത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് അവരിൽ നിന്നാണ് എല്ലാ സംഭവങ്ങളും മൈൻഡിലേക്ക് കയറുന്നത്. എന്നാൽ ഇതൊന്നും അല്ലാതെ
കുട്ടികൾക്ക് ഒരു യുണീക്നെസ് ഉണ്ടാവും. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. അത് അവരുടെ ടാലന്റിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. നമുക്ക് ചിലപ്പോൾ ആർട്ടിലൊന്നും കഴിവുണ്ടാവില്ല. പക്ഷെ നമ്മുടെ കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരായിരിക്കും. അതായത് നമുക്ക് പാടാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. പക്ഷെ കുട്ടി നന്നായിട്ട് പാടുന്ന ആളായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഓക്കെ. അപ്പം അങ്ങനത്തെ ലെവലിലും കൂടി നമ്മുടെ സപ്പോർട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ. പലപ്പോഴും നമ്മുടെ പോലെ കുട്ടികളാവുന്നുണ്ടോ? അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പോലെ കുട്ടികളാവുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാല് അതെന്താവും? അവിടെ ഒരു ഫെയിലിയർ വരും. കാരണം വെച്ചാല് ഓരോ കുട്ടികൾക്കും ഓരോ യുണീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ ആ യുണീക്ക്നെസ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലെവല്. ഓക്കെ. അപ്പൊ യുണീക്ക്നെസ് എവിടെ കാണാൻ പറ്റും? അവരുടെ സ്കില്ലിൽ കാണാൻ പറ്റും. അവരുടെ ചിന്തകളിൽ കാണാൻ പറ്റും. ഓക്കെ. നമ്മളിന്ന് കിട്ടിയ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയുള്ള ചിന്ത അല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. ഐഡിയാസ് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യും? അവര് പുറത്ത് കാണിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ആ ലെവലില് നമ്മള് അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവിടെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും തിരുത്തി അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരാളെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് എന്നൊരു സംഭവമാണ്. ഓക്കെ. ഇപ്പൊ ഇതില് എസ്പെഷ്യലി പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാല് കുട്ടികൾക്ക് നമുക്ക് അവര് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ആ വിഷൻ അനുസരിച്ചിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യം എന്ന് വെച്ചാല് അവരുടെ ഉള്ളിലെ സന്തോഷമാണ്. അവരുടെ ഉള്ളിലത്തെ ആ ഇന്നർ ഹാപ്പിനെസ് ആണ് അവർക്ക് ആവശ്യം. അപ്പൊ ആ ഇന്നർ ഹാപ്പിനെസിനെ അവരെ ആക്ച്വലി അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? അവരുടെ ഉള്ളിലത്തെ ഇന്നർ ക്വാളിറ്റീസ് ആണ് അവരുടെ ഇന്നർ ഹാപ്പിനെസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഇന്നർ ക്വാളിറ്റീസ്? അവര് ടെ അവർക്ക് ചിലപ്പോൾ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവും. ഓക്കെ. അവർക്ക് ചിലപ്പം ഹോണസ്റ്റ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കും. ഓക്കെ. ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള സ്വഭാവം. എന്ത് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരിക്കും. അല്ലെങ്കില് അവര് എന്തായിരിക്കും വളരെ ഇന്നസെന്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഇന്നർ ക്വാളിറ്റീസ് കുട്ടിയിലുണ്ടാവും. അപ്പൊ ഈ ഇന്നർ ക്വാളിറ്റീസിനെയും കൂടി നമ്മള് നറിഷ് ചെയ്യണം. അതിനെയും കൂടി നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. നമ്മൾ മാർക്കും അച്ചീവ്മെന്റ്സിനും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. അതിനൊപ്പം തന്നെ കുട്ടികളുടെ ഇന്നർ ക്വാളിറ്റീസിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പം കുട്ടികളിൽ ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും. കുട്ടികളുടെ എനർജി എന്ത് ചെയ്യും? കൂടും. ഓക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളും ചെറുപ്പത്തില് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഏകദേശം എല്ലാവരും ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. കാരണം ആ സമയത്തായിരുന്നു നമ്മുടെ ഇന്നർ ക്വാളിറ്റീസ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏറ്റവും നന്നായി പ്രിസർവ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എപ്പോഴാണോ നമ്മുടെ ഇന്നർ ക്വാളിറ്റീസ് മങ്ങി തുടങ്ങിയത്, അപ്പൊ മുതലാണ് ആക്ച്വലി നമുക്ക് എന്ത് നഷ്ടപ്പെട്ടത്? നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്സും എനർജിയും ഒക്കെ നഷ്ടപ്പെട്ടത്. ഓക്കെ. അപ്പൊ നമ്മുടെ കുട്ടികളിലാണെങ്കിലും നമുക്കറിയാലോ ഇനി വരാൻ പോകുന്ന ഒരു എഐ യുഗമാണ്. എഐ ജനറേഷൻ ആണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ. അപ്പം അവിടെ ആർക്കാണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി പഠിക്കുന്നവർക്ക് ആവണം എന്നില്ല. അല്ലെങ്കിൽ നന്നായി പഠിത്തം കൊണ്ട് മാത്രം കിട്ടണം എന്നില്ല. പഠിത്തത്തിനൊപ്പം എന്ത് വേണം? അവർക്ക് ക്രിയേറ്റിവിറ്റി വേണം. അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഓക്കെ. അങ്ങനെയുള്ള കുട്ടികളാണ് എന്ത് ചെയ്യുക? അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും സക്സസ്ഫുൾ ആവുകയും ചെയ്യുക. കാരണം എഐ വന്നു കഴിഞ്ഞാല് ഏഹ് കാണാപ്പാഠം പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ മെഷീനിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അങ്ങനത്തെ ജോലികളൊക്കെ പോവും. പകരം എന്ത് പിന്നെ എന്ത് ജോലിയാ ഉണ്ടാവുക? ക്രിയേറ്റീവ് ആയിട്ട് ആർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സൊസൈറ്റിയില്? അങ്ങനത്തെ ജോലികളാണ് എന്ത് ചെയ്യാ? ഇവിടെ നിലനിൽക്കുക. അപ്പൊ നമ്മുടെ കുട്ടികൾ ആ സമയത്ത് അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കില് അവർക്ക് എന്ത് വേണം? ക്രിയേറ്റിവിറ്റി വേണം. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യണം? നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. ഇമോഷണൽ ലെവലിലാണെങ്കിലും ലാസ്റ്റ് പറഞ്ഞ ഹോളിസ്റ്റിക് ലെവലിലാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. പക്ഷെ നമ്മള് ആൻക്സൈറ്റീസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മിസ്റ്റേക്സുകൾ വരുത്താൻ പേടിയാണ്. നമ്മൾ കുട്ടികളോട് പെർഫെക്ഷൻ ഡിമാൻഡ് ചെയ്യാണെന്ന് വിചാരിച്ചോ. നീ അവിടെ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മള് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോലും ആലോചിച്ച് നോക്കിയേ നമ്മളൊരു പുതിയൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സുകൾ അവിടെ വരുത്തും. അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു ധാരണ, ഒരു ആൻസൈറ്റി നമുക്കുള്ളതുകൊണ്ട് കുട്ടികൾ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ നമ്മൾ വളരെയധികം ആൻഷ്യസ് ആവും. നമ്മൾ വളരെയധികം കൺസേൺഡ് ആവും. പകരം അവര് മിസ്റ്റേക്സുകൾ തന്നെ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മള് അവരെ അലൗ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർക്ക് ക്രിയേറ്റീവ് ആവാൻ പറ്റും. ഓക്കെ. കാരണം ഒരു പുതിയ സംഭവം എന്ത് ചെയ്യില്ല, മിസ്റ്റേക്സ് ഇല്ലാണ്ട് ആരും പഠിക്കൂല. ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് ഒരു സംഭവത്തിലേക്ക് പഠിത്തം ആ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് മുന്നിട്ട് വരണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? മിസ്റ്റേക്സിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്ക് വേണം. മിസ്റ്റേക്സ് ഉദ്ദേശിച്ചത് നമ്മളൊരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? മിസ്റ്റേക്സുകൾ പറ്റും. അല്ലെ? ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നടന്നത് മുതൽ എന്താണ് മിസ്റ്റേക്സുകൾ പറ്റിയിട്ടാണ്. അപ്പം ഇതിലൊരു ധൈര്യം കുട്ടികൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പാരന്റ്സിന്റെ സപ്പോർട്ട് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും പുതിയ കാര്യം ട്രൈ ചെയ്തു. ആഹ് അത് ഫെയിലിയർ ആയി എന്ന് വിചാരിച്ചു. അപ്പൊ പാരന്റ്സ് എങ്ങനെ കൊടുക്കണം? ട്രൈ അഗെയിൻ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം. പകരം പാരന്റ്സ് "ഓ നിന്നെക്കൊണ്ടത് പറ്റൂല. നീ നിർത്തിക്കോ" എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ആൻക്സൈറ്റി അതിൽ കൊണ്ടുവരികയാണെങ്കിലോ, അവിടെ കുട്ടികൾക്ക് എന്താവും? അത് നിർത്തേണ്ടി വരും. അവർക്ക് പേടിയായിരിക്കും.
മിസ്റ്റേക്സ് പറ്റിയെന്ന് അച്ഛനോടും അമ്മനോടും പറയാൻ പോലും പേടിയായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് നല്ല രീതിയിൽ പാരന്റ്സ് എടുക്കൂല. ചിലപ്പോൾ അവരോട് ഗീവ് അപ്പ് ചെയ്യാൻ പറയും. പക്ഷെ അവർക്ക് പക്ഷെ കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ പാരന്റ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അത് പ്രശ്നമാവും. ഇപ്പൊ നമ്മള് ഗൾഫിൽ പോയിട്ടുള്ള, ഇപ്പം നമ്മള് ഇത് എങ്ങനെയാ നമുക്ക് മനസ്സിലാവുന്നറിയോ? ഇപ്പൊ ഗൾഫിൽ പോയി കഴിഞ്ഞാല് ചിലപ്പോ അവിടുത്തെ ഗൾഫിൽ പോണ മോനാണെങ്കിൽ അവിടെ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ കഷ്ടപ്പാടൊന്നും വീട്ടിൽ പറയില്ല. കാരണം എന്ന് വെച്ചാല് മോൻക്ക് പേടിയാ. പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്തെ അച്ഛനും അമ്മയും ആൻഷ്യസ് ആവും. അവരെന്ത് ചെയ്യും? അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് മോൻക്ക് അറിയുന്നുണ്ടാവും. അതുകൊണ്ട് മോൻ എന്ത് ചെയ്യില്ല, അത് വീട്ടിൽ പറയില്ല. ഓക്കെ. അപ്പൊ ഇത് എവിടുന്നാ കിട്ടിയത്? പണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താണ് എന്ത്, മോനെ എന്നോട് എന്ത് ചെയ്യരുത്, ഇതൊന്നും പറയരുത്, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് റിയാക്ട് ചെയ്യും, ഞാൻ ജഡ്ജ് ചെയ്യും എന്നുള്ള സംഭവം നമ്മളിൽ നിന്നാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ഇനി ഇതന്നെ നമുക്ക് ഗേൾസിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ, ഇപ്പം ഇപ്പൊ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. എന്നാൽ കൂടിയും ചില ഫാമിലീസ് ഗേൾസ് ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതിൽ കൂടിയും അവർ പാരന്റ്സിനോട് പറയാതിരിക്കുന്നത് എന്താണ്? പണ്ട് നമ്മള് അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. പണ്ട് നമ്മൾ അവർ പറയുന്നത് നന്നായിട്ട് കേട്ടിരുന്നെങ്കിൽ അവര് ഈവൻ അവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ നന്നായിട്ട് നമ്മളോട് ഓപ്പൺ ആയിട്ട് എല്ലാം പറയും. പക്ഷെ ഇപ്പൊ പറയാത്തെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കറിയാലോ, നമുക്ക് ഒരു പാറ്റേൺ ഓഫ് ഡയലോഗ്സ് പാരന്റ്സ് പറയാറുണ്ട് എപ്പോഴും. അത് കുറച്ച് സഹിച്ചോ, അതൊന്നും പ്രശ്നമുള്ളതല്ല, അതൊന്നും വലിയ കാര്യമുള്ളതല്ല എന്നുള്ള രീതിയിൽ ഒരു റെസ്പോൺസ് പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കുട്ടികളെ ആ പറയുന്ന ആളെന്ത് ചെയ്യും, അവരുടെ പ്രശ്നമാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഭാവിയിൽ പെൺകുട്ടികൾ ആ രീതിയിലേക്ക് റെസ്പോണ്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മളോട് ഓപ്പൺ ആയിട്ടൊന്നും സംസാരിക്കാത്ത സംഭവം വരും. അപ്പം ആക്ച്വലി അത് ചെറുപ്പത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലെസണാണ്. അത് പിന്നീട് വലുതായിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ നമുക്ക് നമ്മളോട് നല്ല രീതിയിൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന, നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന, നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാർത്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഹോളിസ്റ്റിക് ലെവലില് എന്താണ്, നമ്മൾ കുട്ടികളിൽ യുണീക്ക് ആയിട്ടുള്ള ടാലന്റ്സ് ഉണ്ടാവും, ചിന്തകൾ ഉണ്ടാവും, ഐഡിയാസ് അവരുടെ ഉള്ളിൽ വരും. അപ്പൊ അതിനൊക്കെ അവർ യുണീക്ക് ആണ്. നമ്മളിൽ നിന്ന് വന്നതാണെങ്കിൽ കൂടിയും അവര് യുണീക്ക് ആണ്. നമ്മളിൽ ഇല്ലാത്ത ക്വാളിറ്റീസ് പോലും അവരിൽ ഉണ്ടാവാം. അങ്ങനത്തെ ഐഡിയാസ് പോലും അവരിൽ വരാം. അങ്ങനത്തെ ടാലന്റ് പോലെ അവർ കാണിക്കാം. അങ്ങനത്തെ സ്കില്ലുകൾ പോലെ അവർ കാണിക്കാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഗൈഡ് ചെയ്യണം. ഒരിക്കലും അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വിടില്ല വേണ്ടത്. അവരെ ഗൈഡ് ചെയ്യണം. ഓക്കെ. ആ ഒരു ബാലൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഗൈഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യുണീക്ക് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ജനറേഷൻ, അല്ലെങ്കിൽ നല്ല ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ 3 ലെവലിലും നമ്മള് കുട്ടികളെ നന്നായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, പിന്നെ കുട്ടികള് നമ്മളുമായിട്ട് നല്ല കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അവിടെ കുട്ടികൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും കേൾക്കണം. പാരന്റ്സിനെ പറ്റിയിട്ട് ഉള്ള മോട്ടിവേഷൻ ടോക്സ് ഒന്നും കേൾക്കണം എന്നില്ല നമ്മളോട് വന്നിട്ട് നമ്മളെ ഇഷ്ടാണെന്ന് പറയാനായിട്ട്. അല്ലാതെ തന്നെ എന്ത് ചെയ്യും? പാരന്റ്സിന് നമ്മളോട് വന്നിട്ട് അവരെന്ത് ചെയ്യും? നമ്മളെ ഇഷ്ടാണ്, അല്ലെങ്കിൽ നമ്മള് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് അവര് പറയും നാച്ചുറൽ ആയിട്ട് തന്നെ. ഓക്കെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ ആവശ്യമുള്ള 3 റെലവും എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ 3 റെലവ് കിട്ടിയിട്ടുണ്ടെങ്കില് കുട്ടികൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിച്ച വിഷണറി ആയിട്ടുള്ള കുട്ടികളാവും. അപ്പൊ നമ്മൾ വിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ കുട്ടീനെ ഡോക്ടർ ആക്കണം, എന്റെ കുട്ടീനെ എഞ്ചിനീയർ ആക്കണം എന്നുള്ളത് മാറിയിട്ട് അവന് ഏത് പ്രൊഫഷനാണോ ഏറ്റവും സ്കില്ലുള്ളത്, ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ളത്, ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള അതിൽ അവൻ എക്സൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഏതിൽ അവൻ എത്തിക്കഴിഞ്ഞാലും അവിടെ അവൻ നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനായിട്ട്, നല്ല സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് മാറട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ വിഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ ഫ്രീ ആവാൻ പറ്റും. കാരണം നമ്മൾ എന്റെ കുട്ടി ഡോക്ടർ ആവാൻ പാടുള്ളൂ, എഞ്ചിനീയർ ആവാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതും നമ്മുടെ ആൻസൈറ്റി ആണ്. കാരണം നമുക്ക് പേടി എന്താ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഡോക്ടർ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ മാത്രമേ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ജോബ് സെക്യൂർ ആവുള്ളൂ എന്നുള്ള നമ്മുടെ ആൻസൈറ്റി ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. നീ അതായാൽ മതി എന്ന്. ഇവൻ കുട്ടികളിൽ ഒരുപാട് നല്ല കഴിവുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇതന്നെ ആയാൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്തുകൊണ്ടാ? അത് നമ്മുടെ ആൻസൈറ്റി ആണ്. അപ്പൊ അതങ്ങനെ ആൻസൈറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? അത് ആൻസൈറ്റി ആയിട്ട് വരും. കുട്ടികൾ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും ഒക്കെ കുട്ടികൾ എല്ലാത്തിലും നമ്മളെ തന്നെ അവർ അനുസരിക്കുകയൊക്കെ ചെയ്യും. ഒരു പരിധി വരെ എന്ത് ചെയ്യും? അവർ അനുസരിക്കുന്നതാണ്. ഓക്കെ. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷെ അവിടെ കുട്ടികള് അവരുടെ ഉള്ളിൽ അവര് ആക്ച്വലി എന്തായിരിക്കും? സ്ട്രെസ്ഡ് ആയിരിക്കും. ഓക്കെ. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോക്ടർ തന്നെ ആവുള്ളൂ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഞ്ചിനീയർ തന്നെ ആവുള്ളൂ. ഓക്കെ. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയിലാണ് അവർ അത് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ സ്ട്രെസ്ഡ് ആയിരിക്കും. ഒരുപക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പം എന്ത് ചെയ്യും? ആ ജോലി അവർ വിട്ടിട്ട് പോവാനും മതി. ഓക്കെ. അപ്പം
ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ള ഹാപ്പിനെസ് ആ വേണ്ടത്, പെർമനന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് ആ വേണ്ടത്? ടെമ്പററി ആയിട്ടുള്ള ഹാപ്പിനെസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാം. കുട്ടികളെ ആഹ്, എന്ത് ചെയ്യാം, നമ്മൾ വിചാരിച്ച ഇതിലേക്ക് നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ട് കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ അവിടെ ഹാപ്പി ആവും. പക്ഷെ ഒരു കാലത്ത് എന്ത് ചെയ്യും, കുട്ടികള് എന്ത് ചെയ്യും, അവർ ഫ്രീ ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇതിൽ നിന്നൊക്കെ പൊട്ടിത്തെറിച്ച് പോകുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഹാപ്പിനെസ് പോകും. നമുക്ക് കുട്ടികളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരെ കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യിക്കാം. പക്ഷെ അപ്പൊ നമുക്ക് കിട്ടുന്ന ടെമ്പററി ഹാപ്പിനെസ് ആണ്. പക്ഷെ കുട്ടികളിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരില്ല. കുട്ടികൾക്ക് എപ്പോഴാണോ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നത് അറിയോ, അവർക്ക് എപ്പോഴാണ് അവരെ തന്നെ ഇഷ്ടമായിട്ട് തുടങ്ങുന്നത്, അപ്പൊ മുതൽ എന്ത് ചെയ്യും, അവർ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ് അവർ കൊണ്ടുവരും. ഓക്കെ. ഇപ്പൊ നമ്മൾ പറയാണ്, കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന റെസ്പോൺസ് അവർക്ക് അവരെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള റെസ്പോൺസുകളാണെങ്കിൽ അവര് നമുക്ക് വേണ്ടി മാറും. പക്ഷെ അത് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആവില്ല. ഓക്കെ. അതെന്തായിരിക്കും, നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചേഞ്ച് ആയിരിക്കും അതുണ്ടാവുക. പക്ഷെ അതിൽ അവർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. അവർക്ക് ഒതന്റിക് ആവാൻ പറ്റില്ല, അവർക്ക് അവരായിട്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഗൈഡൻസ് അവർക്ക് അവരെ തന്നെ സ്നേഹിക്കാനും അവരെ തന്നെ ബെറ്റർ ആക്കാനും അവരെ തന്നെ ഇമ്പ്രൂവ് ആക്കാനും അവരെ ഏത് മേഖലയിലാണോ അവര് ഏറ്റവും എക്സൽ ചെയ്യുക അതിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരോടൊരു സ്നേഹം ഉണ്ടാവും. അവർക്ക് ആ ഒരു രീതിയിലുള്ള ഗൈഡൻസ് തന്ന നമ്മളോട് എന്തുണ്ടാവും, ഒരു സ്നേഹം ഉണ്ടാവുന്നതാണ്. അതാണ് ട്രൂ ആയിട്ടുള്ള ഹാപ്പിനെസ്. അങ്ങനെ കുട്ടികൾ മാറുന്ന സമയത്ത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരിക. ഓക്കെ. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു അറിവ് പറഞ്ഞു തരികയാണ്. ആ അറിവ് നിങ്ങൾ കേൾക്കുന്നു. ഓക്കെ. ആ അറിവ് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടാവും, എന്താ ഒക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട്, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങള് ഞാൻ പറഞ്ഞ അറിവ് തെറ്റാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിയുന്ന സമയത്ത് എന്തുണ്ടാവും, ഇത്രയും കാലം സ്നേഹിച്ചത് ഒക്കെ മറന്നിട്ട് എന്ത് ചെയ്യും, എന്നെ ചിലപ്പം ചീത്ത വിളിക്കും. ഓക്കെ. ഇതുപോലെയാണ് കുട്ടികളെ നമ്മൾ ഇതാക്കുന്ന സമയത്ത്. കുട്ടികള് നമ്മള് നമ്മുടെ ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് കൊണ്ട്, ഓവർ സ്ട്രിക്റ്റ് കൊണ്ട്, ഓവർ കൺട്രോൾ കൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് വേണ്ടി കുറെ കാലം അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മളെ പ്ലേസ് ചെയ്തിട്ട് പബ്ലിക്കിനെ പ്ലേസ് ചെയ്തിട്ടൊക്കെ ജീവിക്കും. പക്ഷെ എപ്പോഴാണോ അവർക്ക് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഇതെന്റെ ശരിക്കും ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇതാണ് എന്റെ ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ തിരിച്ചറിയുന്നത്, അപ്പോൾ മുതൽ അവർക്ക് നമ്മളോട് ദേഷ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പൊ മുതൽ എന്ത് ചെയ്യും, അവർ അവരുടെ ലൈഫ് തേടി മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാത്തത്, കുട്ടികൾക്ക് ഒരു കണക്ഷൻ അവിടെ പാരന്റ്സുമായിട്ട് ബിൽഡ് ആവാത്തത്. ഓക്കെ. പകരം നമുക്ക് കുട്ടികളെ അവരോട് സ്നേഹം ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുകയാണെങ്കിൽ, ഓക്കെ, അവരുടെ ഇമോഷൻസ് വാലിഡ് ആണ് എന്നുള്ള രീതിയിൽ, അവരുടെ ഐഡിയാസ് വാലിഡ് ആണ്, അവരുടെ യുണീക്നെസ് വാലിഡ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അപ്പോഴും നമ്മുടെ ഗൈഡൻസ് അവിടെ ആവശ്യമാണ്. ആ രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് അവരോട് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നമ്മളോടും സ്നേഹം ഉണ്ടായിരിക്കും. ഓക്കെ. അവർ എത്രത്തോളം ഉയരത്തിലെത്തിയാലും അവർ പറയും നമ്മൾ കാരണമാണ് എത്തിയത്. അവർ പോലും അതിന് ക്രെഡിറ്റ് എടുക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള അവസരം ആക്കി കൊടുത്താരാണ്, നമ്മളായിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു 3 തലത്തിലും, ഫിസിക്കൽ, ഇമോഷണൽ ലെവൽ, അതുപോലെ ഹോളിസ്റ്റിക് ലെവൽ, ഓക്കെ, ഇതില് നമ്മള് ഈ 3 ലെവലിലും നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മള് എന്ത് ചെയ്യും, നമ്മുടെ വിഷനിലുള്ള തരത്തിലുള്ള കുട്ടികളാവും. ഓക്കെ. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും, അവര് നമുക്കും ഗുണം ചെയ്യുന്നവരാവും, വേൾഡിനും ഗുണം ചെയ്യുന്നവരാവും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ അതിനെന്താ ആവശ്യം, ഇപ്പൊ അവർ പഠിക്കുന്ന പ്രായമാണ്. അപ്പൊ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുക, അതിനുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. പഠിക്കുന്ന കാര്യത്തിൽ അവർക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഷനൊക്കെ മാറിക്കോളും. അത് കുറച്ചുകൂടി പഠിച്ചു നോക്ക് എന്ന് പറയുന്നതിന് പകരം, ഓക്കെ, ഒന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ, എന്നിട്ട് പഠിച്ചോളൂ എന്നുള്ള രീതിയിൽ പഠിത്തത്തിലും എല്ലാത്തിലും നമ്മൾ അവർക്ക് അവരെ ഇമോഷൻസ് അനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് അതിൽ എക്സൽ ആവാൻ പറ്റും. അവർക്ക് യുണീക്ക്, അപ്പോഴാണ് അവരുടെ യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലുകൾ കണ്ടുപിടിക്കാൻ പറ്റുക. ഇപ്പൊ നമുക്ക് വായിച്ച് പഠിച്ചാലാണ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. പക്ഷെ നമ്മളെ കുട്ടികൾക്ക് ചിലപ്പോൾ എഴുതി പഠിച്ചാലായിരിക്കും നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ പറയാണ്, ഞാനൊക്കെ വായിച്ച് പഠിച്ചിട്ടാണ് എന്ത് ചെയ്ത് ഫുൾ A+ വാങ്ങിച്ചത്, അപ്പൊ ഈ വായിച്ച് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് കൊണ്ട് അവർ അനുസരിക്കും. പക്ഷേ അവർക്ക് അവരുടെ യുണീക്ക് വേ കണ്ടെത്താൻ പറ്റൂല. എഴുതി പഠിച്ചാലാണ് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സംഭവം അവർക്ക്, ആ വഴി അവർക്ക് കണ്ടെത്താൻ പറ്റൂല. അപ്പൊ പകരം എന്ത് ചെയ്യാ, അവർക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അവരെ കൊണ്ട് തന്നെ കണ്ടെത്തിക്കുക, എന്നിട്ട് അതിൽ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് അവരുടെ യുണീക്ക് ആയിട്ടുള്ള വഴി കണ്ടെത്താൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതുപോലെ കുട്ടികളെ അവരവരുടെ വഴി കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ, ഇവൻ AI വന്നാലും എന്ത് വന്നു കഴിഞ്ഞാലും ഇവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇപ്പം ഇവൻ ഒരു സാധ്യത ഇല്ലാത്ത മേഖലയിലാണെങ്കിൽ കൂടിയും പാഷനേറ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും, ആ മേഖലയിൽ ഇല്ലാത്ത സാധ്യതകൾ അവർക്ക് തുറക്കാൻ പറ്റും.
ഓക്കെ. ഈ AI എന്ന് പറഞ്ഞത് 5 വർഷം മുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതില് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ച ആൾക്കാര്, അതില് പാഷനേറ്റ് ആയിട്ടുള്ള ചിന്തിച്ച ആൾക്കാരാണ് എന്ത് ചെയ്തത്, AI ഉണ്ടാക്കിയത്. ഇതുപോലെ ലോകത്ത് എന്ത് സംഭവങ്ങൾ നോക്കി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. അതൊന്നും ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അതിനൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ നമ്മുടെ കുട്ടികളും ക്രിയേറ്റീവ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറുന്ന സമയത്ത് ഇല്ലാത്ത അവസരങ്ങൾ പോലും എന്ത് ചെയ്യും, അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതിൽ ഓവർലി ആൻഷ്യസ് ആവണ്ട, നമ്മൾ ആൻഷ്യസ് അവിടെ സ്പ്രെഡ് ചെയ്യണ്ട, അവരെ ഗൈഡ് ചെയ്തോട് കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. സോ ദാറ്റ് ഈസ് ഫോർ ടുഡേ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിഷണറി പാരന്റ് ആവാം. ഓക്കെ. ഇപ്പം എന്റെ കുട്ടി എങ്ങനെ ആവണം എന്നുള്ളതിനേക്കാളും ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്റെ കുട്ടി വലുതായിട്ട് ഒരു ഇതായിട്ട് മാറുന്ന സമയത്ത് എങ്ങനെയുള്ള ആളാവണം. ഓക്കെ. എന്നിട്ട് അതിലേക്ക് ഇവിടുന്ന് എന്തൊക്കെ ഗൈഡൻസാ വേണ്ടത് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കും ഹാപ്പി ആവാ, കുട്ടികൾക്കും സെൽഫിൽ ഹാപ്പി ആവാ, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അതിന് നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഫിസിക്കൽ ലെവലിൽ നമ്മൾ നല്ല പാരന്റ് ആണോ, ഇമോഷണൽ ലെവലിൽ നമ്മൾ പാരന്റ് ആണോ, ഹോളിസ്റ്റിക് ലെവലിൽ നമ്മൾ നല്ല പാരന്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മളൊന്ന് എൻഷുർ ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഞാൻ എന്റെ കുട്ടിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അവൾക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവുക ഇമോഷണൽ ലെവലായിരിക്കും, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ലെവലായിരിക്കും. ഓക്കെ. അപ്പോ ഈ 3 ലെവലിൽ ഇതാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, നമുക്ക് അവരുമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ഒരിക്കലും ഇന്ന് തുടങ്ങി നാളേക്ക് പെർഫെക്റ്റ് ആവുന്നുള്ള സംഭവമല്ല. പക്ഷെ ഇതെന്താണ്, ഗ്രാജുവലി ആയി വരുന്ന സംഭവമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് സെൽഫ് അവയർനെസ്. നമ്മൾ നമ്മളിൽ അവെയർ ആവാം. നമ്മൾ ഓരോ മേഖലയിലും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അവെയർ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഗ്രാജുവലി മാത്രം സെറ്റ് ആയിട്ട് വരുന്ന സംഭവമാണിത്. ഓക്കെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും ഇംപ്രൂവ് ചെയ്യുന്ന പാരന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. പെർഫെക്റ്റ് ആവാന്ന് പറഞ്ഞ ഒരിക്കലും നടക്കുന്ന സംഭവമല്ല. പക്ഷെ എപ്പോഴും ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുന്ന പാരന്റ് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ. ഇനി വിഷണറി ആയിട്ടുള്ള പാരന്റ് ആയിട്ട് മാറുന്ന സമയത്ത് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ണിൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം, ഞാനതിന് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം, അത് ഞാൻ കേൾക്കാം. ഓക്കെ. സോ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പം ഇതിൽ കുറച്ച് പേര് എന്റെ മൈൻഡ്ഫുൾ ലേണിംഗ് എന്ന കോഴ്സിന്റെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ആണ്. അപ്പം നമ്മൾ കോഴ്സിലൂടെ ചെയ്യുന്നത് ആക്ച്വലി എന്താ വെച്ചാൽ കുട്ടികൾ നാച്ചുറലി അവരുടെ സ്ട്രെസ്സും ഇമോഷൻസും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ വാർത്തെടുക്കുക, ആ രീതിയിലേക്ക് അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നാച്ചുറലി അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമൻ ആയിട്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആയിട്ട് അവർ മാറുന്നതാണ്. ഓക്കെ. അപ്പൊ അതിനെന്ത് ചെയ്യാം, മാക്സിമം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ. കാരണം നമ്മുടെ ആഗ്രഹം നമ്മുടെ കുട്ടികൾ സക്സസ് ആവണം എന്നതിനപ്പുറം സക്സസ്ഫുൾ ആവണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, അവരതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആഹ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങൾ റേസ് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ആക്കി തരാം. ഫാറൂഖ്. എന്തായാലും ഒരുപാട് താങ്ക്സ്. നമ്മുടെ കേൾക്കണില്ലേ? കേൾക്കാം. ഒരുപാട് താങ്ക്സ്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇമോഷണലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്റെ മോനോട് വന്നിട്ട് കരഞ്ഞിട്ട് വന്നത്. അവർ രണ്ടാളും കൂടിയിട്ട് തല്ലുകൂടിയിട്ട് വന്നു. കാരണം അപ്പൊ അവർക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നതായതുകൊണ്ട് ശരിക്കും പ്രാക്ടിക്കലായിട്ട് അത് ഏഹ് അപ്പൊ തന്നെ വെച്ചാൽ അതിനെ നമ്മൾ സില്ലായി വിടാതെ അങ്ങോട്ട് പോകുന്നു പറയാതെ, അല്ലെ തല്ലുകൊണ്ടിരിക്കുന്നു പറയാതെ തന്നെ അവനെ കേട്ട് തൽക്കാലം പരിഹാരം ഉണ്ടായി അവനെ ഓക്കെ ആക്കി വിടാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിനും പറ്റും. അപ്പൊ ഒരുപാട് ഇതിന് നല്ല പ്രാധാന്യം ഉണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ തോന്നുന്നത് വെച്ചാല് ഇപ്പൊ ഈ ക്ലാസ്സിന്റെ സ്റ്റാറ്റസ് സത്യത്തിൽ എനിക്ക് വെക്കായിരുന്നു വാട്സപ്പിൽ. കാരണം ഒരുപാട് ആളുകൾക്ക് കേൾക്കായിരുന്നു. കാരണം അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ കുറച്ചെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മള് പരമാവധി ഇങ്ങനെ ഇതാക്കുക ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മള് എന്നാലും നമ്മൾ ഇങ്ങനെ പ്രോഗ്രസീവായി പോകണ അതിനുവേണ്ടി ഒരു ഇന്റൻഷനിൽ വെക്കണ പേരന്റ് ആണല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മളിതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ ചെയ്യെങ്കിലും കൂടി കുട്ടികളുടെ ആ റെസ്പോൺസ് കുട്ടികളത് മനസ്സിലാക്കി ചിലപ്പോൾ പെട്ടെന്ന് ഇതുപോലെ
അവരതിനോട് അത് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം എന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിന്റെ ഒരു ആ രീതിയിലുള്ള റെസ്പോൺസ് പെട്ടെന്ന് ഉണ്ടാവണം എന്നില്ലല്ലോ. അവരത് മനസ്സിലാക്കി ചിലപ്പോൾ ഭാവിയിലാവും അത് മനസ്സിലാക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? നമ്മള് ഇത്ര കാലം കൊടുത്ത പാറ്റേണിന്റെ അനുസരിച്ചിട്ടാണ് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ പാറ്റേൺ നമ്മൾ മാറ്റി തുടങ്ങിയാൽ കുട്ടികളുടെ ബ്രെയിനിന്റെ പാറ്റേൺ അവർ മാറ്റാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അവരും പതുക്കെ ആഹ്, അത് പാറ്റേൺ മാറ്റി തുടങ്ങുന്നതാണ്. ഓക്കെ, പതുക്കെ അതിലേക്ക് അവർ വരുന്നുള്ളതാണ്. കാരണം നമ്മളാണ് കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ കഴിഞ്ഞിട്ട് ബാക്കി ആരും ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവരും പാറ്റേൺ മാറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു വിഷനറി രീതിയിൽ പോകുമ്പോ നമ്മൾ ആ ഒരു ക്ഷമ കാണിക്കണം അല്ലെ? യെസ്, വിഷണറി ആകുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടും. ഓക്കെ, നമ്മളെ ലക്ഷ്യം എപ്പോഴും ഒരിക്കലും ഈ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2 അല്ല. നമുക്ക് നമ്മളെ കുട്ടീനെ ഏത് ലെവലിലാക്കണം എന്നുള്ളത് ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെറിയ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുമെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഗൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. താങ്ക് യു മോസ്റ്റ് ഫോർ വെൽക്കം. യുവർ ബെസ്റ്റ് മോട്ടിവേഷൻ ക്ലാസ്. താങ്ക് യു വെരി മച്ച്. എന്തായാലും ആ 3 കാര്യങ്ങളും മൈൻഡിലുണ്ട്. പറയുന്ന ഫിസിക്കലി, ഇമോഷണലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കുട്ടികളുടെ അടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ് ഒരു ഔട്ട്പുട്ട് നമുക്ക് കുട്ടികളിൽ നിന്ന് കിട്ടും എന്നുള്ള ഷുവറാണ്. അതിനുവേണ്ടി എല്ലാ പേരൻസും ട്രൈ ചെയ്താൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാ. യെസ്, ഷുവർ. നേരത്തെ സാറ് ബാക്കിയുള്ള പറഞ്ഞ പാരന്റ്സ്. പോലെ കൂടുതലൊന്ന് ഷെയർ ചെയ്യാനും ആയിരുന്നു. കൂടുതൽ ആളുകൾക്ക് കേൾക്കാനുള്ള ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. സ്റ്റാറ്റസ് എന്തായാലും കീപ്പ് ചെയ്യാൻ കൂടുതലാണ്. നമ്മളിപ്പോ ഷെയർ ചെയ്തവർ തന്നെ പലരും എത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇതിന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെഷന്റെ റെക്കോർഡിങ്സ് ലിങ്ക് ആയിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലോ അൺമ്യൂട്ട് ചെയ്തിട്ടോ വന്നിട്ട് പറയാം. നിങ്ങൾക്ക് എങ്ങനെ ഈ സെഷൻ ഉപകാരപ്പെട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിയോ, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏതെങ്കിലും മേഖല മനസ്സിലായോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫീഡ്ബാക്കിൽ പറയാം. താങ്ക് യു. ഏതെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ അതും ചോദിക്കാട്ടോ, ഞാൻ ക്ലിയർ ആക്കി തരാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സോ വേറെ ആർക്കും ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്ന് കിട്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ആഹ്, ഒന്ന് പ്രാക്ടിക്കലി ആക്കി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം എടുക്കും. കാരണം ഓൾറെഡി നമ്മൾ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഈ പാറ്റേൺ മാറ്റിയിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ട പാറ്റേൺ മാറ്റി വരുമ്പോൾ എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, നമുക്ക് റിസൾട്ടുകൾ കിട്ടി തുടങ്ങുന്നതാണ്. കുട്ടികൾ നമ്മൾ കുറച്ചുകൂടിയും ക്ലോസ് ആയിട്ടുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. ഓക്കെ, മാത്രമല്ല കുട്ടികളെ ഏറ്റവും ബെസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടി ഈസി ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ ജോയിനിങ്. സി യു. താങ്ക് യു വെരി മച്ച്.